എറണാകുളം വികാരിയത്തില് 1918 ഡിസംബർ 21 പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട പഞ്ഞിക്കാരനച്ഛന് ഒന്നാമതായി കിട്ടിയ ശുശ്രൂഷാരംഗം ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപന വൃത്തിയാണ്. അതിനുശേഷം ആ സ്കൂളിൽ തന്നെ പ്രധാന അധ്യാപകൻ ആയെങ്കിലും 1921 മുതൽ അദ്ദേഹത്തിന്റെ മരണം 1949 നടക്കുന്നത് വരെയുള്ള കാലഘട്ടത്തില് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വേദപ്രചാര ഡയറക്ടറായി അദ്ദേഹം ജോലി ചെയ്തു. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം അതിന്റെ പരിപൂർണതയിലും ദൈവസ്നേഹത്തെ പ്രതിയും ചെയ്തുകൊണ്ടിരുന്ന പഞ്ഞിക്കാരനച്ഛന് വേദപ്രചാര ഡയറക്ടർ എന്ന ജോലി അതിന്റെ ഏറ്റവും ഭംഗിയായി തന്നെ നിർവഹിച്ചു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. 1923 എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം മാത്രമല്ല, കോതമംഗലത്തിന്റെ പല ഭാഗങ്ങളും, കാഞ്ഞിരപ്പള്ളിയുടെ ചില ഭാഗങ്ങളും, ഇടുക്കി രൂപതയുടെ ഭാഗങ്ങളും ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. അന്നത്തെ കാലഘട്ടത്തില് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷയ്ക്കുള്ള സാധ്യതകളും ഒന്നുമില്ലാതിരുന്ന കോതമംഗലം മുതലുള്ള അങ്ങോട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വെളിച്ചം എത്താത്ത ഒരു മേഖലയിലേക്ക് വേദപ്രചാര ഡയറക്ടർ എന്ന നിലയ്ക്ക് അച്ഛൻ കടന്നു ചെന്നു. വചനം പ്രഘോഷിക്കുക മാത്രമല്ല, പാവങ്ങളും രോഗികളും അവശരുമായവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാനും അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കോതമംഗലം ഉൾപ്രദേശങ്ങളിലൊക്കെ ഒത്തിരി പേര് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അന്ന് കാലഘട്ടങ്ങളിൽ ഒരു പ്രത്യേകതരം ഹോമിയോ മരുന്ന് ആന്ധ്രയിൽ നിന്ന് കിട്ടുമായിരുന്നു. അതിന്റെ പേര് യഥാർത്ഥത്തില് തിരിയക്ക, അല്ലെങ്കിൽ അതെങ്ങനെ സ്പെല്ല് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, തിരക്ക എന്നൊക്കെ പറയും. അങ്ങനെ ഒരു മെഡിസിൻ നമ്മളുടെ ആന്ധ്രയിൽ നിന്നും വരുത്തി അച്ഛനത് രോഗികൾക്ക് കൊടുക്കുകയും വിഷബാധയേറ്റവർക്ക് അതൊരു വലിയൊരു വൈദ്യസഹായമായി മാറി. എറണാകുളം വികാരിയാത്തിലെ ആ കാരുണ്യ പൊൻദീപം തുടങ്ങി വെച്ച MSJ കോൺഗ്രിഗേഷൻ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും തൻ്റെ ശുശ്രൂഷാ ദൗത്യങ്ങളിലൂടെ സുവിശേഷവൽക്കരണം നടത്തി ഇന്ന് ചൈതന്യവത്തായി നിലകൊള്ളുന്നു. നമുക്ക് അഭിമാനിക്കാം. ഈ സഭാസ്നേഹിയായ അച്ഛനെ നമുക്ക് ആദരവോടെ സ്വീകരിക്കാം. അച്ഛൻ്റെ വിശുദ്ധിയുടെ മാർഗങ്ങളെ നമുക്ക് പിന്തുടരാം. അച്ഛനെന്നും തിരുസഭയുടെ നഭോമണ്ഡലത്തിൽ ഒരു കിടാവിളക്കായി വാടാമലരായി തെളിഞ്ഞു നിൽക്കട്ടെ.